സാധാരണക്കാരന്റെ മനസ്സിലേക്ക് ഇപ്പൊ ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അയാളുടെ മനസ്സിലേക്ക് ആദ്യം പോകുന്നത് എന്താ, ഒന്നുകില്ലെങ്കിൽ ഇടതുപക്ഷം വരും അല്ലെങ്കിൽ വലതുപക്ഷം വരും. ഇതിൽ രണ്ടിലെ ഏതെങ്കിലും ഒരു MLA ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരും. NDA സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു വിടുന്നത് കൊണ്ട് ഒരിക്കലും NDA ഒരു മന്ത്രിസഭയിലേക്ക് എത്തുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഈ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ വലതുപക്ഷത്തിനോ വോട്ട് ചെയ്താൽ മതിയല്ലോ എന്നൊരു ചിന്ത ആളുകളുടെ ഇടയിൽ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളെ മാറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ? അല്ല, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ചേഞ്ച് അവർ കാണുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. ഉദാഹരണം പറഞ്ഞാൽ വന്ദേ ഭാരത് വരുന്നു കേരളത്തിലേക്ക്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവഗണിക്കപ്പെട്ട ഏറ്റവും ലാസ്റ്റാണ് ഇതൊക്കെ വരിക. ബാക്കി എല്ലായിടത്തും ഒക്കെ വന്നതിന് ശേഷം ആണ് ഇവിടേക്ക് വരിക. ഇത് ആദ്യത്തെ ഫേസിൽ തന്നെ വന്ദേ ഭാരത് ഇവിടെ വരുന്നു. ഇപ്പോൾ 3 ആയിട്ടുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനുകൾ നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും 100 കണക്കിന് കോടി രൂപ ചിലവാക്കിയാണ്, 200, 300, 400 കോടിയൊക്കെ മുടക്കിയാണ് റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്രയും മോഡേണൈസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ BJPക്ക് ഇവിടെ കരുത്ത് കൂടും തോറും വലിയ വികസനം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ആൾക്കാർക്ക് ബോധ്യമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു ആൾട്ടർനേറ്റീവ് ആയിട്ട് തന്നെ അവർ BJPയെ കാണുന്നുമുണ്ട്. പിന്നെ ഈ ഇടതിനോടും വലതിനോടും അവരുടെ ഒരു അപ്പീസ്മെന്റ് പൊളിറ്റിക്സിനോട് വലിയ വിരോധം ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. ഈവൻ പല കമ്മ്യൂണിറ്റീസിനകത്തുള്ള, ഇപ്പം നമുക്ക് തോന്നും മൈനോറിറ്റി അപ്പീസ്മെന്റ് ആയതുകൊണ്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. അവർക്ക് പോലും അതങ്ങനെ കാണിക്കുന്ന ശരിയല്ല, എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള പല ആൾക്കാരെയും ഇവർ എൻകറേജ് ചെയ്യുന്ന ശരിയല്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മറുപടി എന്നുള്ള നിലയിൽ BJPക്ക് വോട്ട് ചെയ്യണമെന്നുള്ള തോന്നൽ ജനങ്ങൾക്കിടയിൽ വ്യാപകമായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വോട്ട് എണ്ണിക്കഴിയുന്ന സമയത്ത് മനസ്സിലാവും. കാരണം അത്രയും വലിയ ചേഞ്ച് ജനങ്ങൾക്കിടയിലുണ്ട്.